അഭിയും ജാനകിയും കേസിനെ പറ്റിയുള്ള വലിയ ചർച്ചയിലാണ്. അഭി ജാനകിയോട് വയ്ക്കും, ഈ കേസിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ണിത്താൻ അറിഞ്ഞിരുന്നു. അഭിക്കെന്തോ നിരഞ്ജനയുടെ കാര്യത്തിൽ വലിയ വിശ്വാസം ഇല്ലാത്തവരെ, അവളെന്തോ അവരുടെ കൂടെ നിൽക്കില്ലെന്നൊരു തോന്നലവരെ. പക്ഷേ ജാനകി പൂർണ്ണ വിശ്വാസമാണ് നിരഞ്ജനെ. അവൾ അഭിക്ക് ഉറപ്പ് നൽകും, നിരഞ്ജന അവളുടെ അച്ഛനെ എതിർത്തിട്ടാണെങ്കിലും നമ്മളെ കൂടെ നിൽക്കുന്ന ഉറപ്പാണെന്ന്. പെറ്റീഷൻ ഫയൽ ചെയ്യുന്ന സമയത്ത് ഉണ്ണിത്താൻ ഇടയിൽ വന്ന് വീഴുമെന്ന് എഴുതിയിട്ടാ നിരഞ്ജന പറയാത്തതെന്നുകൂടി ജാനകി പറയും. അഭി പറയും, ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരിക്കാം, അമലിനോടുകൂടി ഒന്ന് പറയേണ്ടിയിരുന്നു എന്ന് പറയും. ജാനകി പക്ഷേ അമൽ അറിയുന്നത് പ്രശ്നമില്ല, ഫോണിലൂടെ ഒന്നും പറയണ്ട, നേരിട്ട് കണ്ട് പറയണമെന്ന് പറയും. ഒരിക്കലും ഇത് കാരണം അവനൊരു വിഷമം ഉണ്ടാകാൻ പാടില്ലെന്ന് പറയും. അമൽ തമ്പിയുടെ മരുമകനാണ്, ഒരിക്കലും അമൽ അവരുടെ ഒരു ആയുധമായിരുന്നെന്ന് ജാനകി ആഗ്രഹിക്കുന്നുണ്ട്. അപർണ അമലിൻ്റെ അടുത്ത് വന്ന് ജാനകിയെ പറ്റി രൂക്ഷമായിട്ട് സംസാരിക്കുകയാണ്. അവളെൻ്റെ അച്ഛനെ പെണ്ണ് കേസ് കൊടുക്കാൻ പോകുന്നു. ഇതിനാണ് ജാനകി ഒരു വീട് വാടകയ്ക്കെടുത്ത് ഒരു പെണ്ണിനെ വിലക്കെടുത്ത് ഒളിവിൽ താമസിച്ചതെന്ന്. അമലിനോട് ചോദിക്കും, നീ കൂടെ അറിഞ്ഞിട്ടുള്ള പരിപാടിയാണ് ഇതെന്ന്. പക്ഷെ അമലിന് അപ്പോഴും എന്താ കാര്യമൊന്നും മനസ്സിലാവില്ല. അമൽ ചോദിക്കും, നീ കാര്യം ശരിക്കും എന്താന്ന് പറയാമെന്ന് പറയും. അപ്പോൾ അപർണ പറയും, അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് രാധാമണി വാരസ്യാർ എന്ന സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് പരാതി കൊടുക്കാനുള്ള നീക്കമാണ് ഇപ്പം നടക്കുന്നതെന്ന്. പക്ഷെ അമൽ അതൊന്നും വിശ്വസിക്കില്ല. അഭിയേട്ടൻ അങ്ങനത്തെ ഒരാളൊന്നുമല്ല, സത്യത്തിൻ്റെ ഭാഗത്ത് മാത്രമേ അഭിയേട്ടൻ നിൽക്കൂ എന്നൊക്കെ അമൽ തറപ്പിച്ച് പറയും. അപർണയ്ക്കാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരും. അപർണ ചോദിക്കും, ഇങ്ങനെ ഒരു നീക്കം നടന്നിട്ട് നീ അറിഞ്ഞില്ലല്ലോ എന്ന്. നിൻ്റെ ഭാര്യാപിതാവിനെയാണ് നിൻ്റെ ചേട്ടനും ചേട്ടത്തിയും കൂടി നാറ്റിക്കാൻ പോകുന്നത്. ചിലപ്പോൾ ന്യൂസ് വരുമ്പോൾ നിൻ്റെ ഭാര്യാപിതാവെന്നായിരിക്കും വരുന്നതെന്ന്. പിന്നെയും അപർണ എന്തൊക്കെയോ പറയും. അപർണയ്ക്ക് ഇപ്പോഴും അവളുടെ അച്ഛനെ വലിയ വിശ്വാസമാണ്. ഉപ്പ് നിന്നവർ വെള്ളം കുടിച്ചാൽ മതി, അപർണ അവരെ കുടിപ്പിച്ചിരിക്കുന്നു അപർണ പറയും. നീ ഇപ്പോഴും ഏട്ടൻ ഭക്തിയായിട്ട് നടക്കുകയല്ലേ, അവർക്ക് അങ്ങനെയൊന്നും ഇല്ലയെന്ന് അപർണ തീർത്ത് പറയും. അമൽ ഫോൺ ചെയ്ത് അഭിയോട് ഇതിനെപ്പറ്റിയൊക്കെ ചോദിക്കും. അഭി അതിനെപ്പറ്റിയൊക്കെ പറയും, എടാ നിന്നോട് ഞാൻ പറയാൻ നിൽക്കുകയായിരുന്നു എന്നൊക്കെ പറയും. പക്ഷേ അതൊക്കെ അമലിന് ഭയങ്കര വിഷമമുണ്ടാക്കും. അമൽ ചോദിക്കും, ഏട്ടൻ്റെ അടുത്തുനിന്ന് ഞാൻ ഇങ്ങനെ നല്ല പ്രതീക്ഷ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കും. അഭി പറയും, നീ എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ, ഞാൻ നിന്നെ ഒരു മകനെ പോലെയാണ് കണ്ടത്, നീ എന്നെ കുറ്റപ്പെടുത്തല്ലേ, നിൻ്റെ സ്ഥാനം എൻ്റെ ഹൃദയത്തിലാണെന്നൊക്കെ അഭി പറയും. പക്ഷേ അതൊന്നും ഉൾക്കൊള്ളാൻ അപ്പോൾ അമൽ തയ്യാറല്ലായിരുന്നു. അമൽ പറയും, ചേട്ടാ എന്നോട് ഇപ്പോൾ ഇങ്ങനെയൊന്നും സംസാരിച്ച കാര്യമില്ല, എനിക്കൊന്നും കേൾക്കണ്ടെന്നുള്ള രീതിയിൽ സംസാരിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ അപർണയ്ക്ക് കുറച്ച് സന്തോഷമാവും. അപർണ പറയും, ഇപ്പോഴാണ് നീ നല്ലൊരു ആൺകുട്ടിയായത്, അഭിമാനം പണയം വെക്കാൻ തയ്യാറല്ലാത്തൊരാണായതെന്ന്. അഭി അത് ഒട്ടും മൈൻഡ് വെക്കാതെ അഭിയെ അകത്തേക്ക് കയറിയങ്ങ് പോകും. തമ്പി ഭയങ്കര വിഷമത്തിലാണ്. തമ്പി മദ്യപിച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, എടാ സൂര്യനാരായണ, നീ എന്നെ മരിച്ചാലും ജീവിക്കാൻ സമ്മതിക്കില്ലേ എന്നൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് അപർണയുടെ കോള് വരും. അപർണ പറയും, അച്ഛനിങ്ങനെ വിഷമിക്കാൻ വേണ്ടിയൊന്നുമില്ല, ഇപ്പോൾ അമൽ വരെ നമ്മുടെ കൂടെയാണ്, ഇനി എന്തായാലും അമൽ നമ്മളെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞു എന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോൾ തമ്പിക്ക് കുറേയൊക്കെ ആശ്വാസം തോന്നും. അവൾ പറയും, ഇനിയാണ് ശരിക്കും നമ്മുടെ പ്രതികാരം തുടങ്ങാൻ പോകുന്നത്, അളകാപുരി ഇനി എൻ്റെ കയ്യിൽ വരും എന്നൊക്കെ അപർണ പറയും. അഭിയുടെ മനസ്സ് മുഴുവൻ അമൽ പറഞ്ഞ കാര്യങ്ങളാണ്. അഭി ആകെ ടെൻഷനിലാണ്. അമലിനെ വിളിച്ചതും അവർ തമ്മിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറ്റി ജാനകിയോട് പറയും. അപ്പോൾ ജാനകി പറയും, നമ്മൾ പേടിച്ചത് തന്നെ സംഭവിച്ചല്ലേ എന്ന് ചോദിക്കും. അഭി പറയും, അവനെ പറഞ്ഞിട്ടും കാര്യമില്ല, അവൻ്റെ അടുത്തുനിന്ന് നമ്മൾ ഒരുപാട് മറച്ചു വെക്കുന്നുണ്ട്, നിരഞ്ജന അറിഞ്ഞിട്ട് പോലും ചില കാര്യങ്ങളൊന്നും അവനെ അറിയുന്നില്ലെന്ന് പറയും. അതിനവന് നല്ല വിഷമമുണ്ട്. ജാനകി പറയും, അമലിനെ അപർണ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇനി നിരഞ്ജന നമ്മളെ പക്ഷത്തായ സ്ഥിതിക്ക് അജയിനെ കൂടെ അവരെ പക്ഷത്ത് നിർത്താൻ നോക്കും, ചിലപ്പോൾ അജയ് നിരഞ്ജനെ വെറുപ്പിക്കാൻ തയ്യാറായില്ലെന്ന് വരും. ഇത് കഴിഞ്ഞ് അഭിയും അമലും നേരിട്ട് കാണുകയാണ്. അമൽ വളരെ വികാരഭരിതനായിട്ട് സംസാരിക്കും. അഭി പറയും, ഇതൊരച്ഛനും മകളും തമ്മിലുള്ള ഫൈറ്റാണ്. അത് കേൾക്കുമ്പോൾ അമൽ ചോദിക്കും, അതിൽ തമ്പിക്ക് എന്താ കാര്യമെന്ന് ചോദിക്കും. അഭിക്ക് അമലിനോട് ആ സത്യം പറയേണ്ടി വരും. അഭി പറയും, തമ്പിയുടെ മകളാണ് ജാനകി എന്ന്. അമലിനത് വിശ്വസിക്കാൻ കഴിയില്ല. അമൽ ചോദിക്കും, ഏട്ടനെന്താ പറഞ്ഞത് ഒന്നുകൂടി ചോദിക്കും. അഭി പറയും, തമ്പിക്ക് രാധാമണി വാരസ്യാറിൽ ജനിച്ച കുഞ്ഞാണ് ജാനകി എന്ന്. അഭി പറയും, അയാളെ ഇളക്കി വിടാനാണ് ഞാൻ ബിശ്വൻ എന്ന അയാളുടെ കഥ പറഞ്ഞത്, ബിശ്വൻ അയാളുടെ മകനാണെന്നാണ് അയാൾ വിചാരിച്ചിരിക്കുന്നതെന്നൊക്കെ പറയും. അങ്ങനെ ഒരാളില്ലെന്ന് തമ്പിക്ക് അറിയുക കൂടിയില്ല. ഈ കഥകളൊക്കെ കൂടെ കേൾക്കുമ്പോൾ അമലിങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അമലിനൊന്നും പറയാൻ കൂടി പറ്റുന്നില്ല. അമലെ ഊഹിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറമായിരുന്നു ഈ കേട്ട സത്യങ്ങളൊക്കെ.